ആരാണ് ഇന്ത്യക്കാർ? എങ്ങനെയാണ് ഇന്ത്യക്കാരുണ്ടായത്? എന്നു മുതലാണ് ഇവിടെ ഇന്ത്യക്കാരുണ്ടായത്? ശരിക്കും ഇന്ത്യ തന്നെ ഉണ്ടായത് എങ്ങനെയാണ്? ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇന്ത്യക്കാരെങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യ എങ്ങനെ ഉണ്ടായി എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 20 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിട്ട് നിലകൊള്ളുകയായിരുന്നു. ആ ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് പാൻജിയ. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മഹാഭൂഖണ്ഡം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയുണ്ടായി. ഉത്തരഭാഗത്ത് ലൗറേഷ്യയും ദക്ഷിണ ഭാഗത്ത് ഗോണ്ട്വാനയും. ലൗറേഷ്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ കോണ്ടിനെൻറ്റുകളാണ്. ഏഷ്യ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും ഏഷ്യയുടെ ഇന്നത്തെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഇതിൻ്റെ ഭാഗമായിരുന്നില്ല. അത് മറിച്ച് ഗോണ്ട്വാനയുടെ ഭാഗമായിരുന്നു. ഗോണ്ട്വാനയിൽ തന്നെ ഇന്നത്തെ ഓസ്ട്രേലിയയുടെയും ആഫ്രിക്കയുടെയും ഇടയിലായിട്ടായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് ഉണ്ടായിരുന്നത്. അത് അവിടെ നിന്നും പതിയെ വേർപെട്ട് ലൗറേഷ്യയുടെ നേരെ സഞ്ചരിക്കുകയുണ്ടായി. കുറേയധികം വർഷങ്ങൾ കൊണ്ട് അത് ലൗറേഷ്യയിൽ വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. അത് വലിയൊരു കൂട്ടിയിടി തന്നെയായിരുന്നു. ആ കൂട്ടിയിടിയെ തുടർന്നാണ് ഇവിടെ ഹിമാലയൻ പർവ്വതമുണ്ടായത്. ഇപ്പോഴും ഹിമാലയൻ പർവ്വതം വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ വർഷവും 1/2 സെൻറ്റിമീറ്റർ എന്ന കണക്കിലാണ് ആ വർധനവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പ്ലേറ്റ് ഏഷ്യയെ മുകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉത്തരഭാഗത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഹിമാലയൻ പർവ്വതം ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. എന്ന് മുതലാണ് ഇന്ത്യയിൽ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയത്, അതായത് മനുഷ്യർ താമസിക്കാൻ തുടങ്ങിയത്? ഏതാണ്ട് 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഹോമോ സാപ്പിയൻസ് എന്ന മനുഷ്യരായിരുന്നില്ല. ഹോമോ ഇറക്റ്റസ് ഇവിടെ ധാരാളമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഹോമോ ഇറക്റ്റസ് മനുഷ്യൻ തന്നെയാണ്, പക്ഷേ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നില്ല. ഹോമോ എന്ന പദം അർത്ഥമാക്കുന്നത് മനുഷ്യനെ തന്നെയാണ്. ഹോമോ സാപ്പിയൻസ് ആകുമ്പോൾ അത് ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറുന്നു. അതായത് ആദ്യം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹോമോ സാപ്പിയൻസ് അല്ല, ഹോമോ ഇറക്റ്റസ് ആണ്. അതുകൂടാതെ വേറെയും ചില വകഭേദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്ന ആദ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ഹോമോ ഇറക്റ്റസ് അത് ഹോമോ സാപ്പിയൻസ് ആയിട്ട് മാറുകയായിരുന്നില്ല. പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ആദ്യം ഒരു കുരങ്ങനുണ്ടാകുന്നു, അതിനുശേഷം കുറച്ചുകൂടെ മനുഷ്യനോട് സാമ്യമുള്ള ഒരു ഏപ്പ് ഉണ്ടാകുന്നു, അതങ്ങനെ മാറി മാറി ആധുനിക മനുഷ്യനായിട്ട് മാറുന്നു. അത് തെറ്റായിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. അങ്ങനെയല്ല ഈ ഒരു പരിണാമം വർക്കൗട്ട് ആകുന്നത്. ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യർ, വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിലുള്ള മനുഷ്യരിവിടെ ഉണ്ടായിരുന്നു. ഹോമോ നിയാണ്ടർത്തൽസും ഇറക്റ്റസും അതുപോലെ ഡെനിസോവൻസും ഹോമോ സാപ്പിയൻസും ഒക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. അവസാനം വരെ നിലനിൽക്കാൻ സാധ്യമായത് ഹോമോ സാപ്പിയൻസിന് ആണെന്ന് മാത്രം. ഇന്ത്യയിൽ 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ പൂർവികരായിട്ടുള്ള, കൃത്യമായിട്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള മനുഷ്യരല്ല. നമ്മുടെ പൂർവികർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഇന്ത്യക്കാരുടെ മാത്രം പൂർവികരല്ല. ഇന്ന് നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന സകല മനുഷ്യരുടെയും പൂർവികർ ആ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലായിരുന്നു ഉണ്ടായിരുന്നത്. 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. പിന്നീട് അവരവിടെ നിന്നും മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ലോകം മുഴുവനും കീഴടക്കാം, ഇവിടെ ഒരുപാട് ഭൂഖണ്ഡങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന് കരുതി സഞ്ചരിക്കുന്നതല്ല. അവർ പ്രധാനമായിട്ടും വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അതിനു പുറമേ മരങ്ങളിൽ കയറി ഫലങ്ങൾ പറിച്ച് ഭക്ഷിക്കാറുമുണ്ടായിരുന്നു. ഇങ്ങനെ വേട്ടയാടണമെങ്കിൽ അവർക്ക് ഒരു വലിയ പ്രദേശം തന്നെ വേണം. കൃഷി ചെയ്യാൻ അധികം വലിയ പ്രദേശമൊന്നും വേണ്ട, ജലം മതി. അതായത് നദിയുടെ തീരങ്ങളിലായിട്ട് കൃഷി ചെയ്തിട്ടാണ് നമുക്ക് വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദൂരേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. അവിടെ വിളവെടുപ്പ് നടത്തിയതിന് ശേഷം വീണ്ടും കൃഷി ഇറക്കാം, വീണ്ടും അത് കൊയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ തുടർന്ന് പോകുന്നതാണ്. അവിടെ വലിയൊരു സിവിലൈസേഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷേ നമ്മൾ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള കൃഷിയിലേക്ക് മനുഷ്യർ കടന്നിട്ടേയില്ല. വേട്ടയാടിയാണ് ഭക്ഷണം കണ്ടെത്തിയത്. അതിനുവേണ്ടി വലിയൊരു പ്രദേശം തന്നെ വേണ്ടതാണ്. അങ്ങനെ വലിയൊരു പ്രദേശത്ത് കുറേയധികം വർഷങ്ങൾ വേട്ടയാടി കഴിയുമ്പോൾ ആ പ്രദേശത്തെ ഇരകളുടെ എണ്ണം കുറയുന്നതാണ്.
അല്ലെങ്കിൽ കൂടുതൽ അപകടകരമായിട്ടുള്ള ജീവജാലങ്ങൾ അവിടേക്ക് കടന്നു വരുന്നതാണ്. മരങ്ങളിലും മറ്റുമുള്ള പഴങ്ങൾ തീർന്നു പോകുന്നതാണ്. അങ്ങനെ കൂടുതൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ കൂടുതൽ ഇരകളെയും ഭക്ഷണവും ഒക്കെ അന്വേഷിച്ച് മനുഷ്യർ പല ദിക്കിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ആ ഒരു യാത്ര ആരംഭിക്കുന്നത് ഏതാണ്ട് ഒരു 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. ആധുനിക മനുഷ്യനായിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ശരിക്കും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. അതിന് മുൻപുണ്ടായിരുന്നത് മനുഷ്യരുണ്ടായിരുന്നു അതിന് മുൻപ്, പക്ഷേ അത് ഹോമോ സാപ്പിയൻസ് ആയിരുന്നില്ല. ഹോമോ ഇറക്ടസ് പോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറെ സ്പീഷീസിലെ മനുഷ്യർ തന്നെ ആയിരുന്നു. ഇങ്ങനെ ഒരു വലിയ മൈഗ്രേഷൻ നടക്കുകയാണ് ആഫ്രിക്കയിൽ നിന്നും പുറം ലോകത്തേക്ക്. അത് കുറേയധികം വർഷങ്ങൾ കൊണ്ട് നടന്നതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നടന്നതാണ്. ഒരുപാട് തലമുറകൾ കൊണ്ട് നടന്നതാണ്. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത് ഈ മൈഗ്രേഷനിലൂടെ തന്നെയായിരുന്നു. അവർ സമുദ്ര തീരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. അതങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആഫ്രിക്കയിൽ നിന്നും ഈ സമുദ്ര തീരങ്ങളോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഒരുപാട് പര്യവേഷണങ്ങൾ നടത്തി അവിടെ നിന്നും ഹോമോ സാപ്പിയൻസിൻ്റെ ഫോസിലുകൾ കണ്ടെത്താൻ സാധ്യമായിട്ടുണ്ട്. അതിനൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലുള്ള പഴക്കമാണുള്ളത്. ഉദാഹരണത്തിന് സൗദി അറേബ്യയിലൂടെ ആയിരിക്കണമല്ലോ അവിടെ നിന്നും മനുഷ്യന് ഇന്ത്യയിൽ എത്തിച്ചേരാൻ. ഈ സൗദി അറേബ്യയിൽ നിന്നും നമുക്കൊരു ഫോസിൽ ഹോമോ സാപ്പിയൻസിൻ്റെ ഫോസിൽ കിട്ടിയെന്ന് കരുതാം. അതിനൊരു 40,000 വർഷത്തെ പഴക്കമാണെന്ന് കരുതാം. പിന്നീട് നമുക്ക് ഫോസിലുകൾ കിട്ടുന്നത് ഇറാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെയാണ്. അതായത് ഈ സൗദി അറേബ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറാനും അതുപോലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ വഴികളിൽ പിന്നീട് കിട്ടുന്ന ഫോസിലുകൾ, ഹോമോ സാപ്പിയൻസിൻ്റെ ഫോസിലുകളൊക്കെ സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫോസിലിനേക്കാൾ പഴക്കം കുറഞ്ഞിട്ടുള്ള ഫോസിലുകളാണ്. സൗദി അറേബ്യയിൽ നിന്ന് കിട്ടിയതിനേക്കാൾ പഴക്കം കൂടിയിട്ടുള്ള ഫോസിലുകൾ ഒന്നും തന്നെ ഈ ഭാഗത്ത് കിട്ടിയിട്ടില്ല. അത് വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് തന്നെയാണ്. ഞാൻ തിരുവനന്തപുരത്തു നിന്നും യാത്ര ചെയ്ത് കാസർഗോഡ് എത്തിയെന്ന് കരുതുക. ഞാൻ അങ്ങനെ എത്തി എന്നതിൻ്റെ തെളിവായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള വീഡിയോ ദൃശ്യം ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലപ്പുഴയിലെത്തുന്ന ഒരു ദൃശ്യം എടുക്കുക, പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എറണാകുളം എത്തുന്ന ഒരു ദൃശ്യം എടുക്കുക, പിന്നീട് തൃശ്ശൂർ വെച്ചുള്ള ദൃശ്യം എടുക്കുക. ആ ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ യാത്ര ചെയ്തു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോമോ സാപ്പിയൻസിൻ്റെ മൈഗ്രേഷനും. ഈ ഫോസിലുകളുടെ പഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഏതൊക്കെ കാലഘട്ടത്തിൽ ഇതുവഴിയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഇങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് നിയാൻഡർത്തൽ മനുഷ്യന്മാരെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. അവരുമായിട്ട് ഒത്തുചേർന്ന് താമസിക്കാനും നമുക്ക് സാധ്യമായി. അങ്ങനെ പ്രത്യുൽപാദനവും നടന്നിട്ടുണ്ട്. ആഫ്രിക്കയിലുള്ള മനുഷ്യരുടെ, ഇന്നത്തെ മനുഷ്യരുടെ DNA പരിശോധനകൾ നടത്തുമ്പോൾ അതിൽ നമുക്ക് 1% പോലും നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA അംശം ലഭ്യമാവുകയില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യരുടെ DNA ഏറ്റവും കുറഞ്ഞത് 2% നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA അംശം അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ആഫ്രിക്കയിൽ നിന്ന് വന്ന ഹോമോ സാപ്പിയൻസ് പിന്നീട് നിയാൻഡർത്തൽ മനുഷ്യനുമായിട്ട് മിക്സായി എന്നത് തന്നെയാണ്. അങ്ങനെ മിക്സായി എന്ന് ഉറപ്പിച്ചു പറയാനുള്ള തെളിവുകൾ ലഭ്യമാണ്. DNA പഠനങ്ങൾ തന്നെയാണ് ആ തെളിവുകൾ. DNA പഠനങ്ങൾ 3 തരത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഒരു പഠനം Y ക്രോമസോം DNAയിൽ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയ DNAയിലാണ് നടത്തിയത്. രണ്ടാമത്തത് DNA സീക്വൻസിംഗ് ആണ്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ DNAയിൽ നടത്തിയ പഠനമാണ്. മൂന്നാമത്തത് ഫോസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളാണ്. ആ ഫോസിലുകളിൽ കാർബൺ ഡേറ്റിംഗ് നടത്തിയിട്ട് എത്രമാത്രം വർഷം പഴക്കമുള്ള ഫോസിലാണ്, ആ പഴക്കമുള്ള ഫോസിലിൽ എത്രമാത്രം ശതമാനം നിയാൻഡർത്തൽ മനുഷ്യന്മാരുടെ DNA അടങ്ങിയിട്ടുണ്ട്, എത്ര ശതമാനം ഇറക്ടസിൻ്റെ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കും. അങ്ങനെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു എവല്യൂഷൻ്റെ പാത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെയും പറയുന്നത്. അങ്ങനെ 65,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ഈ സമുദ്ര തീരങ്ങളിലൂടെ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യർ എത്തിച്ചേർന്നു. അവർ ഇവിടെ വേട്ടയാടി തന്നെയാണ് ജീവിച്ചു പോകുന്നത്. ഇന്ത്യയിൽ എത്തിച്ചേർന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും അവരുണ്ടായിരുന്നു എന്നല്ല, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഉണ്ടായിരുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗം. പക്ഷേ അന്ന് വന്ന എല്ലാവരും ഇവിടെ താമസിക്കുകയായിരുന്നില്ല. കുറേ പേർ ഇവിടെ നിന്ന് പിന്നെയും യാത്ര തുടർന്നു. ഇന്ത്യ വിട്ട് പോയവരുണ്ട്. ഒരു വിഭാഗം പോയത് മിഡിൽ ഏഷ്യയിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്കാണ്. അതായത് ഇന്നത്തെ ചൈനയൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് പോയത്. ബാക്കിയുള്ളവർ ഇവിടെ തന്നെ സെറ്റിൽ ആവുകയായിരുന്നു.
സെറ്റിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട് വെച്ചൊന്നും താമസിച്ചിട്ടൊന്നുമില്ല. അവർ ഈ ഒരു ഭൂപ്രദേശത്ത് തന്നെ വേട്ടയാടിയും മരങ്ങളിൽ നിന്നും പഴങ്ങൾ ഭക്ഷിച്ചുമൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നീട് ഒരു 9,000 വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു കൂട്ടം മനുഷ്യരും ഇവിടേക്ക് വരികയുണ്ടായി. ഇത്തവണ എത്തിച്ചേർന്നത് ആട്ടിടയന്മാരാണ്. അപ്പോൾ നേരത്തെ എത്തിച്ചേർന്ന ഏർലി ഇന്ത്യൻസ് ഇവിടെ ഉണ്ട്. അവർക്ക് പുറമെ സഗ്രോസ് മലകൾ താണ്ടിയിട്ടാണ് ഈ ആട്ടിടയന്മാർ കൂടുതൽ പുൽമേടുകൾ അന്വേഷിച്ച് അവരുടെ ആട്ടിൻ പറ്റങ്ങളുമായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്. സഗ്രോസ് മലനിരകൾ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇറാനിൽ കാണാൻ സാധിക്കുന്ന മലനിരകളാണ്. ഇറാനിൽ ഉണ്ടായിരുന്ന ഇടയന്മാരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇവർ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഏർലി ഇന്ത്യൻസുമായിട്ട് ഒരു യുദ്ധത്തിലൊന്നും ഏർപ്പെടുന്നില്ല. ഒരുപക്ഷെ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കാം. എന്നാലും അവർ കൂടിക്കലർന്ന് ഒരൊറ്റ മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായിട്ട് മാറുകയാണ് ഉണ്ടായത്. ആദ്യഘട്ടങ്ങളിൽ പരസ്പരം തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിനുശേഷം സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ സോഷ്യലൈസിങ് എന്ന ഒരു പവർ കാരണം അവരെല്ലാം ഒന്നിച്ച് ഒരൊറ്റ ജനതയായിട്ട് മാറുകയായിരുന്നു. പിന്നീട് ഇങ്ങനെ ഒന്നു ചേർന്ന ആ ജനതയുടെ ജനറേഷനാണ് തുടർന്നു പോയത്. അവർ ധാരാളമായിട്ട് പെറ്റുപെരുകി കൂടുതലായിട്ട് വേട്ടയാടി നടക്കാൻ തുടങ്ങി. അങ്ങനെ ജനസംഖ്യ ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. അവർ ഇപ്പോഴും വീടുകളിലൊന്നുമല്ല താമസിക്കുന്നത്, ഗുഹകളിൽ ഒക്കെ തന്നെയാണ് താമസിക്കുന്നത്. കൃത്യമായിട്ട് അങ്ങനെ ഗുഹകൾ കിട്ടിയെന്ന് വരികയുമില്ല. എല്ലാ പ്രദേശങ്ങളിലും ധാരാളമായിട്ട് ഗുഹകളൊന്നുമില്ല. അവർക്ക് ഗുഹകളുണ്ടെങ്കിൽ അവിടെ താമസിക്കും, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ഏതെങ്കിലും ഒരു മരത്തിൻ്റെ തണലിലൊക്കെ കിടന്നുറങ്ങുകയാണ് പതിവ്. അങ്ങനെ ധാരാളമായിട്ട് ജനസംഖ്യ വന്നപ്പോൾ അവർക്ക് വേട്ടയാടി മാത്രം ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അവർ കൃഷി ആരംഭിക്കുകയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ആദ്യത്തെ കൃഷി ആരംഭിക്കുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്താണ്. അത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാനിലാണ്. അവിടെ ആദ്യമായിട്ട് കൃഷി ചെയ്തത് ഗോതമ്പായിരുന്നു. ഗോതമ്പും ബാർലിയുമാണ്. അതിനു പുറമെ പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. ജുജൂബി എന്ന പേരിൽ വിളിക്കുന്ന ഒരു തരത്തിലുള്ള ഈന്തപ്പഴമാണ് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നത്. കൃഷി എല്ലാത്തിൻ്റെയും തുടക്കമാണ്. ഒരു വലിയ സിറ്റിയുടെ തുടക്കമാണ്. സിവിലൈസേഷൻ്റെ തുടക്കമാണ്. കൃഷി ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, വേട്ടയാടി നടക്കേണ്ട ആവശ്യമില്ല. കൃഷി ചെയ്താൽ മാത്രം മതി. കൃഷി ചെയ്യണമെങ്കിൽ നദികളുടെ തീരങ്ങൾ തന്നെ വേണം. ആ തീരപ്രദേശത്ത് തന്നെ അവർ വീടുകൾ വെച്ച് വർഷങ്ങളോളം താമസിക്കുന്നതാണ്. അത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു തുടക്കവുമാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ ഇന്ന് കാണുന്ന സിന്ധു നദിയുടെ അതിൻ്റെ കൈവരികളുടെയൊക്കെ തീരങ്ങളിലായിരുന്നു എന്നത് ഒരു വലിയ തെറ്റിദ്ധാരണ തന്നെയാണ്. അങ്ങനെയും ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സിന്ധു നദിയുടെ കൈവരികൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. വേറെയും അനേകം കൈവരികൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് മൺസൂൺ മഴ ലഭ്യമാകുമായിരുന്നു. കഴിഞ്ഞ കുറേയധികം വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മൺസൂൺ മഴയിൽ വലിയ കുറവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു 5000 അല്ലെങ്കിൽ 7000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മൺസൂൺ മഴയല്ല ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ മഴ നമുക്ക് ലഭ്യമാകുമായിരുന്നു. ആ മഴയുടെ സഹായത്താൽ കൂടുതലായിട്ട് ഈ സിന്ധു നദിയുടെ ട്രിബ്യൂട്ടറീസ് ഉണ്ടായിരുന്നു. ആ ട്രിബ്യൂട്ടറീസിൻ്റെ കരകളിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ആദ്യഘട്ടങ്ങൾ വളരുന്നത്. അത് സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്താൽ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ടുമുണ്ട്. സാറ്റലൈറ്റ് ഇമേജുകൾ പരിശോധിച്ചപ്പോൾ പ്രാചീന നദിയെന്ന് നമ്മൾ സംശയിക്കേണ്ട ചില പ്രദേശമുണ്ട്. ആ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് നമ്മൾ പിന്നീട് കണ്ടെത്തിയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഓരോ പട്ടണങ്ങളും അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങളും സ്ഥിതി ചെയ്യുന്നത്. 7000 വർഷങ്ങൾക്ക് മുൻപാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ആരംഭം കുറിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5500 BC മുതൽ 2300 BC വരെയുള്ള ഒരു കാലഘട്ടം. ഈ 2300 BCയുടെ അടുത്തോട്ട് വരുന്ന ആ കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സിവിലൈസേഷൻ അതിൻ്റെ പീക്കിലേക്ക് എത്തിച്ചേരുന്നത്. ഗവേഷകർ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് 2 ലക്ഷത്തോളമുള്ള മനുഷ്യരുണ്ടായിരുന്നു എന്നാണ്. അതായത് വലിയൊരു പട്ടണം തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് വ്യാപാരങ്ങൾ നടത്തുമായിരുന്നു. സീലുകൾ ഉണ്ടായിരുന്നു. ആ സീലുകളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. മെസൊപ്പൊട്ടോമിയുമായിട്ട് വലിയ രീതിയിലുള്ള ട്രേഡുകൾ നടത്തിയിരുന്നു. നമ്മൾ വലിയ ബോട്ടുകൾ ഉണ്ടാക്കി ആ ബോട്ടുകളിലൂടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹാരപ്പൻ സിവിലൈസേഷൻ കൊടുമ്പിരിയിൽ കൊണ്ടു നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിൽ മറ്റൊരു കുടിയേറ്റം നടക്കുന്നുണ്ട്. അത് അധികം പറയാത്ത ഒരു കുടിയേറ്റമാണ്.
ആ കുടിയേറ്റം സംഭവിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ്. അതായത് ഇന്നത്തെ കംബോഡിയയും വിയറ്റ്നാമും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തിലുള്ള ആളുകൾ സെൻട്രൽ ഇന്ത്യയിൽ എത്തിച്ചേരുകയാണ്. സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ ആയിട്ടാണ് അവർ താമസിക്കുന്നത്. ഇതേ സമയത്ത് ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഹാരപ്പൻ ഭാഗത്ത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ടും തമ്മിൽ കൂടിക്കലരുന്നുമില്ല. ഇങ്ങനെ സെൻട്രൽ ഇന്ത്യയിലും ഈസ്റ്റ് ഇന്ത്യയിലുമായിട്ട് എത്തിച്ചേർന്ന ആളുകളുടെ പിൻഗാമികൾ ഇന്നും അതേ പ്രദേശത്ത് ആദിവാസികളായിട്ട് തന്നെയുണ്ട്. ആ കാലഘട്ടത്തിൽ അവർ കൊണ്ടുവന്ന അവരുടെ ഭാഷ തന്നെയാണ് അവർ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഖാസി, മുണ്ടാരിയൊക്കെ അത്തരത്തിലുള്ള ഭാഷകളുടെ ഉദാഹരണമാണ്. കംബോഡിയയിലും വിയറ്റ്നാമിലുമൊക്കെയുള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷയുമായിട്ട് ഈ ഭാഷകൾക്ക് വലിയ സാമ്യം തന്നെയാണ് ഉള്ളത്. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. ഹാരപ്പൻ സിവിലൈസേഷൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അവിടെ വലിയ രീതിയിലുള്ള വരൾച്ച സംഭവിക്കാൻ തുടങ്ങി. കൃഷി ചെയ്തിട്ടാണല്ലോ അവർ ജീവിച്ചു പോകുന്നത്. കൃഷി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നദി ഉണ്ടായിരിക്കണം. അങ്ങനെ പല നദികളും വറ്റി വരളാൻ തുടങ്ങി. അതിൻ്റെ കാരണം മൺസൂൺ മഴയിൽ ഉണ്ടായിട്ടുള്ള വലിയ കുറവ് തന്നെയാണ്. അങ്ങനെ കൃഷി ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അവർ പല ഡിവിഷനുകളായിട്ട് തിരിഞ്ഞ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ചേക്കേറുകയായി. ഒരു വിഭാഗം നേരെ സൗത്ത് ഇന്ത്യയിലേക്കാണ് വന്നത്. സൗത്ത് ഇന്ത്യയിൽ എത്തിച്ചേരാം, അങ്ങറ്റത്ത് മറ്റൊരു ഭൂഭാഗമുണ്ടെന്നൊക്കെ ചിന്തിച്ചിട്ടല്ല വരുന്നത്. അവർ ഭക്ഷണം അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിലാണ്, നദികളും ജലവും ഒക്കെ അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ വർഷങ്ങൾ കൊണ്ടിട്ടാണ് അവർ കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. അതേസമയം മറ്റൊരു വിഭാഗം സെൻട്രൽ ഏഷ്യയിലേക്കാണ് കുടിയേറിയത്. സെൻട്രൽ ഏഷ്യയിലേക്കും ഗംഗാ നദിയുടെ തീരങ്ങളിലേക്കും അതിൻ്റെ ട്രിബ്യൂട്ടറീസിലേക്കും ഒക്കെയാണ് എത്തിച്ചേർന്നത്. സിന്ധു നദിയുടെ തീരങ്ങളിൽ വലിയ വരൾച്ച സംഭവിച്ചെങ്കിലും ഗംഗാ നദിയിൽ ധാരാളമായിട്ട് ജലമുണ്ടായിരുന്നു. അവിടെ ധാരാളമായിട്ട് വനങ്ങളും ഭക്ഷണവും പഴങ്ങളും ഒക്കെ ലഭ്യമായിരുന്നു. അങ്ങനെ അവിടേക്ക് ഇവർ പതിയെ മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവരുടെ മൈഗ്രേഷൻ നടക്കുന്ന ആ വേളയിൽ തന്നെ മറ്റൊരു മൈഗ്രേഷൻ കൂടി, അതായത് നാലാമത്തെ കുടിയേറ്റം കൂടി ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണ്. ഇത് അല്പസ്വല്പം വിവാദമായി മാറിയിട്ടുള്ള ഒരു കുടിയേറ്റമാണ്. ആര്യൻ ഇൻവേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കുടിയേറ്റത്തെയാണ്. അതായത് ഇൻഡോ യൂറോപ്യൻ മനുഷ്യർ ഇവിടേക്ക് കുടിയേറുകയാണ്. അവർ കൊണ്ടുവന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ എന്നൊക്കെ പറയുമെങ്കിലും അതിൽ കൃത്യതയില്ല. അവരവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ഭാഷയല്ല. ശരിക്കും സംസ്കൃത ഭാഷ ഉണ്ടായത് ഇന്ത്യയിൽ തന്നെയാണ്. അതായത് അവരിവിടെ വന്നതിന് ശേഷമാണ് സംസ്കൃത ഭാഷയും യോഗയും ഒക്കെ ഉണ്ടാകുന്നത്. അവരിവിടെ വന്ന് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അടുത്ത ജനറേഷൻസ്, ആ ജനറേഷൻസുമായിട്ട് ഒരു യുദ്ധത്തിലൊന്നും ഏർപ്പെടുകയായിരുന്നില്ല. അവർ കൂടിക്കലർന്ന് മറ്റൊരു സിവിലൈസേഷനായിട്ട് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ജനതയായിട്ട് മാറുകയായിരുന്നു. അതിൻ്റെ വലിയ തെളിവുകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സംസ്കൃത ഭാഷ എടുക്കുകയാണെങ്കിൽ മറ്റ് ഇന്തോ യൂറോപ്യൻ ഭാഷകളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇന്തോ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ യൂറോപ്പിൻ്റെ അങ്ങേയറ്റം ഏതാണ്ട് ഒരു ഐസ്ലൻഡ് മുതൽ ഇങ്ങ് ഇന്ത്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അവർ കൊണ്ടുവന്ന അവരുടെ ഭാഷ, ആ ഭാഷയുണ്ട്. ആ ഭാഷ ശരിക്കും ഒരു സംസ്കൃതമായിരുന്നില്ല. സംസ്കൃതത്തോട് വലിയ സാമ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ എത്തിച്ചേർന്ന് ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മനുഷ്യരുമായിട്ട് കൂടിക്കലർന്ന് അവരുടെ സംസ്കാരവും അവരുടെ ഭാഷയുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് പുതിയൊരു സംസ്കാരം, പുതിയൊരു ഭാഷ ഒക്കെ ഉണ്ടായത്. സംസ്കൃതം അങ്ങനെ ഉണ്ടായതാണ്. ദ്രാവിഡൻ ഭാഷയുമായിട്ട് സംസ്കൃത ഭാഷയ്ക്ക് വലിയ സാമ്യം തന്നെയുണ്ട്. ആ സാമ്യം നമുക്ക് മറ്റ് ഇന്തോ യൂറോപ്യൻ ഭാഷകൾ കാണാൻ സാധിക്കുന്നതല്ല. കാരണം സംസ്കൃത ഭാഷ ഉണ്ടായതിൽ ഈ ഒരു സിവിലൈസേഷൻ, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അടുത്ത തലമുറകൾക്കും വലിയ പങ്ക് തന്നെ ഉണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് മറ്റൊരു ജനതയായിട്ട് മാറുന്നത്. ഇങ്ങനെയൊരു കൂടിക്കലർച്ച നടക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യയിലേക്കൊന്നും ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടില്ല. അവരുടെ ആ സഞ്ചാരം സെൻട്രൽ ഇന്ത്യ വരെ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ. അപ്പോൾ ആര്യൻസൊക്കെ എത്തിച്ചേർന്നതിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പതിയെ സൗത്ത് ഇന്ത്യയിലേക്ക് ചേക്കേറുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ സംസ്കൃതം എന്ന ഭാഷ ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആര്യന്മാരുടെ സംസ്കാരമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും ശരിക്കും ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കാം. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന വീടുകൾക്ക് നടുമുറ്റം ഉണ്ടായിരുന്നു. ആര്യന്മാരെന്ന് പറയുന്ന ആളുകളുടെ പിന്നീടുണ്ടാക്കിയിട്ടുള്ള വീടുകളിലും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടുകളിൽ പോലും ഈ നടുമുറ്റം നമുക്ക് കാണാൻ കഴിയും. അതിനു പുറമെ മരങ്ങളെ ആരാധിക്കുന്നത്, വൃക്ഷങ്ങളെ ആരാധിക്കുന്നത്,
ആര്യന്മാരുടെ ഒരു സ്വഭാവമാണ്. അത് പക്ഷേ ഇന്തോ യൂറോപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സംസ്കാരമല്ല. അത് ഹാരപ്പനിലുണ്ടായിരുന്ന ഒരു സംസ്കാരം തന്നെയാണ്. അവർ മരങ്ങളെയും അതുപോലെ പശു പോലുള്ള മൃഗങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നു. പിന്നെ ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യക്കാർ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പല യൂറ്റൻസിൽസ് ഉണ്ട്. അപ്പോൾ അതും ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ നമ്മൾ കണ്ടെടുത്തിട്ടുള്ള പാചക വസ്തുക്കൾ കാണാൻ സാധിക്കും. അതായത് അതിൻ്റെയൊക്കെ ഒരു അഡാപ്റ്റേഷനാണ് ഇക്കാലഘട്ടത്തിലും നമ്മൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാള ഭാഷയ്ക്ക് തന്നെ പ്രാചീന ഇറാനിയൻ ഭാഷയോട് വലിയ സാമ്യം തന്നെയാണുള്ളത്. അവർ അന്ന് ഉപയോഗിച്ചിരുന്ന പല വാക്കുകളും ഇപ്പോഴും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഉമി, ഇടയൻ, അത്തരത്തിലുള്ള വാക്കുകളൊക്കെ ആ ഇറാനിയൻ ഭാഷയിൽ നിന്ന് വന്നുയർന്നതാണ്. ഇന്നത്തെ ഇറാനിയൻ ഭാഷയെക്കുറിച്ചല്ല, പ്രാചീന ഇറാനിയൻ ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ മൈഗ്രേഷനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. രണ്ടാമതായിട്ട് വന്നത് ഇടയന്മാരായിരുന്നു. ആ ഇടയന്മാർ വന്നിരിക്കുന്നത് ഇറാനിൽ നിന്നാണ്. ആ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള ഇടയന്മാർ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഹാരപ്പൻ സിവിലൈസേഷൻ തന്നെ ഉണ്ടായത്. അപ്പോൾ അന്ന് കൊണ്ടുവന്ന ഭാഷയിലെ പല പ്രയോഗങ്ങളും പല വാക്കുകളും ദ്രാവിഡൻ ഭാഷകളിലും പ്രത്യേകിച്ച് മലയാള ഭാഷകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹാരപ്പൻസ് ഉപയോഗിക്കുന്ന എഴുത്ത് ഭാഷ, ആ എഴുത്ത് ഭാഷ ഡീകോഡ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് ഇപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ അതിലെ പല പുള്ളികളും അതുപോലെ വരകളും ഒക്കെ നമുക്ക് ദ്രാവിഡ ഭാഷയിൽ കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ പല ഘട്ടങ്ങളായിട്ട് നടന്നിട്ടുള്ള മൈഗ്രേഷനിലൂടെയാണ് ഇന്ന് കാണുന്ന ഇന്ത്യക്കാർ ഉണ്ടായത്. അതൊരു സങ്കര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള മനുഷ്യരുടെ പിൻഗാമികൾ തന്നെയാണ്. അവർ ആദ്യം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പിന്നീട് ആ പോയ സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്കും മറ്റും കുടിയേറിയിട്ടുള്ള ആളുകൾ പിന്നീട് അവിടെ നിന്ന് യാത്ര ചെയ്ത് വീണ്ടും ഇന്ത്യയിൽ മടങ്ങി എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കം ഒന്നു തന്നെയായിരുന്നു. പല ഘട്ടങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ വീണ്ടും പരസ്പരം കൂടിച്ചേരുകയും പ്രത്യുൽപാദനം നടക്കുകയും അങ്ങനെ തീർത്തും വിഭിന്നമായിട്ടുള്ള മനുഷ്യരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുകയായിരുന്നു. ഗവേഷകർ പറയുന്നത് ഇന്ന് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന സകല മനുഷ്യരും ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ അമ്മയിൽ നിന്ന് ഉണ്ടായവരാണ്. ആ അമ്മയ്ക്ക് സഹോദരിമാരുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റ് സ്ത്രീകളുമൊക്കെ അമ്മമാരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒന്നും കുട്ടികൾ നിലനിന്നില്ല. ഈ ഒരു അമ്മയുടെ കുട്ടികൾ മാത്രമാണ് നിലനിന്നു പോയത്. ആ അമ്മയുടെ L3 ഹാപ്ലോ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഇന്ന് ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന സകല മനുഷ്യരും ഉണ്ടായിരിക്കുന്നത് ഒറ്റ അമ്മയിൽ നിന്ന് മാത്രമാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പല അതിർത്തികൾ ഉണ്ടാക്കി പല രാജ്യങ്ങളായിട്ട് പിരിയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം ഗ്രഹം അല്ലെങ്കിൽ വേരെന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. നമ്മളെല്ലാം ഒരൊറ്റ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ്. നമ്മളെല്ലാ മനുഷ്യരും ഒന്നാണ്. ഏതാണ്ട് 25 ലക്ഷം വർഷത്തെ ചരിത്രമാണ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ചരിത്രം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. അതൊരു സീരീസ് ആയിട്ട് ചെയ്യണമെന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചതുമാണ്. പക്ഷേ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ പോലെ ഇന്ത്യക്കാരുടെ ചരിത്രം ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണം എന്നുള്ളൊരാഗ്രഹവും എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തത്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇത് ഒരു സീരീസ് ആയിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തീർത്ത കാര്യങ്ങളെല്ലാം ഓരോ ഘട്ടങ്ങളായിട്ട് പല എപ്പിസോഡുകളിലൂടെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതൊക്കെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അത്തരത്തിൽ ഇന്ത്യക്കാരുടെ പൂർണ്ണമായിട്ടുള്ള ചരിത്രമടങ്ങുന്ന നിരവധി വീഡിയോകൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ്. അതിൻ്റെ എല്ലാം ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് മാത്രം ഈ ഒരു വീഡിയോയെ കണ്ടാൽ മതി. ഇതിൽ എല്ലാ കാര്യവും പറയാൻ സാധ്യമായിട്ടില്ല, എല്ലാം പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടുതൽ വിശകലനങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അടുത്ത എപ്പിസോഡുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി ഈ ചാനൽ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.